السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ കലിമത്തു ഷഹാദയിലെ രണ്ടാം ഭാഗം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂലാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ നബി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. രണ്ടാമതായി ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതനുസരിക്കുകയും വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണം. മൂന്നാമതായി അള്ളാഹുവിനെ ഒരു മുസ്ലിം ഇബാദത്ത് ചെയ്യേണ്ടത് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മാതൃക കാണിച്ചുവോ അങ്ങനെയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അനിവാര്യമാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശ്വസിക്കുക. അവിടുന്ന് നമുക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പഴയ നബിമാരുടെ ചരിത്രങ്ങൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതുപോലെയുള്ള ആകാശഭൂമികളെ പടച്ചതുപോലെയുള്ള കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിനെ കുറിച്ച്, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച്, സ്വർഗ നരകങ്ങളെക്കുറിച്ച് എല്ലാം ഈ വക എല്ലാ വിവരങ്ങളിലും നാം വിശ്വസിക്കുകയും അത് പരിപൂർണമായി സത്യമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അനുസരിക്കുകയും അവിടുന്ന് വിലക്കിയത് വെടിയുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം. മൂന്നാമതായി അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ എങ്കിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഷഹാദത്ത് പരിപൂർണമാവുകയുള്ളൂ. നോക്കൂ, അള്ളാഹു അവൻ്റെ ഖുർആനിൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു അطീഉല്ലാഹ വഅطീഉർ റസൂൽ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, വിശ്വാസികളെ, അطീഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, വഅطീഉർ റസൂൽ, നിങ്ങൾ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക. ഖുർആനിൽ എത്ര ആയത്തുകളിൽ പ്രിയമുള്ളവരെ ഈ ആശയമുണ്ട്. അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെ അനുസരിക്കുക എന്ന ആശയമുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചത് അവൻ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ എല്ലാം കൂടെ. വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. നോക്കൂ, റബ്ബ് ഒരു പ്രവർത്തനവും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലൂടെ അല്ലാതെ സ്വീകരിക്കുകയില്ല. അല്ലാഹുവിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള മുഴുവൻ മാർഗങ്ങളും അടഞ്ഞിരിക്കുന്നു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയുള്ള മാർഗം ഒഴികെ. റബ്ബിലേക്ക് എത്താൻ, അവന്റെ സ്വർഗത്തിലേക്ക് എത്താൻ ഒരേ ഒരു തരീഖ് മാത്രമാണ് നമുക്കുള്ളത്, ഒരേ ഒരു വഴി മാത്രമാണുള്ളത്. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴിയാണ്. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. ഞാൻ നിയോഗിക്കപ്പെടുകയും എന്നിട്ട് എന്നെക്കുറിച്ച് കേൾക്കുകയും ചെയ്തിട്ട് എന്നിൽ വിശ്വസിക്കാതെ ഒരുവൻ മരണപ്പെട്ടാൽ, യഹൂദിയോ നസ്രാനിയോ ആരാകട്ടെ, ഈ ഉമ്മത്തിൽ എന്നെക്കുറിച്ച് കേൾക്കുകയും എന്നിട്ട് എന്നിൽ വിശ്വസിക്കാതെ മരിക്കുകയും ചെയ്താൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകക്കാരുടെ കൂട്ടത്തിലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ റസൂലിനെ അനുസരിച്ചവർ സ്വർഗത്തിലാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചവർ സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ് നിഷേധിച്ച് അഹങ്കരിച്ച് തള്ളിക്കളഞ്ഞവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. എന്റെ ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. സഹാബത്ത് ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആരാണ് വിസമ്മതിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആരാണോ എന്നെ അനുസരിച്ചത് അവൻ സ്വർഗത്തിലാണ്. വമൻ അസാനി, ആരാണോ എന്നെ ധിക്കരിച്ചത്, ഫഖദ് അബാ, അവനാണ് വിസമ്മതിച്ചവൻ. എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞവൻ, അഹങ്കരിച്ചു തള്ളിക്കളഞ്ഞവൻ അവനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ധിക്കാരം, നബിയോടുള്ള എതിർപ്പ്, അതാണ് ദലാലത്ത്, അതാണ് വഴികേട്. അല്ലാഹു പറഞ്ഞില്ലേ, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചത് അവൻ വ്യക്തമായും വഴിപിഴച്ചു പോയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്കൊരുവൻ, നബിയുടെ വിളിക്കൊരുവൻ ഉത്തരം നൽകാതിരുന്നാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ തള്ളിക്കളഞ്ഞാൽ, അത് ഈ കാലത്തിന് യോജിക്കുകയില്ല, അത് ശാസ്ത്രത്തിന് യോജിക്കുകയില്ല, അതെന്റെ ബുദ്ധിക്ക് യോജിക്കുകയില്ല എന്നിങ്ങനെ തള്ളിക്കളഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് വളരെ മോശമായ അനുഭവങ്ങളായിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെയുള്ളവരുടെയും അവരുടെ ഹൃദയങ്ങൾക്കുമിടയിൽ മറയിടുന്നതാണ്. അവരുടെ ഹൃദയങ്ങൾക്കുമിടയിൽ അല്ലാഹു മറയിടുന്നതാണ്. അവർക്ക് സത്യം ഗ്രഹിക്കാൻ പിന്നീട് സാധ്യമല്ല. ഹൃദയം മുദ്രവെക്കപ്പെടും, അതിൽ പിന്നെ വെളിച്ചം കയറുകയില്ല. നോക്കൂ, അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദആാകും ലിമാ യുഹ്യീകും വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ ഉത്തരം നൽകുക. ഇദാ ദആാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, ചത്തുപോയ ഹൃദയങ്ങൾക്ക് ജീവൻ ലഭിക്കുക അല്ലാഹുവിന്റെ വഹി മുഖേനയാണ്. ആ വഹി സ്വീകരിക്കാത്ത, അല്ലാഹുവിന്റെ സന്ദേശം ഉൾക്കൊള്ളാത്ത ഹൃദയങ്ങൾ ജീവനറ്റ ഹൃദയങ്ങളാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക്, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ വിളിച്ചാൽ അല്ലാഹുവിനും റസൂലിനും ഉത്തരം നൽകുക. വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അല്ലാഹു മനുഷ്യനും അവന്റെ ഹൃദയത്തിനും ഇടയിൽ മറയിട്ടു കളയുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വിശ്വസിക്കുക, നബിയെ ധിക്കരിക്കാതിരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുക എന്നത് പ്രിയമുള്ളവരെ വഴികേടാണ്. നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു വഹിയായി നൽകിയതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം മുസ്ലിമീങ്ങൾ, അല്ലേ? ഖുർആൻ അല്ലാഹുവിന്റെ വഹിയാണ്, അല്ലാഹുവിന്റെ സന്ദേശമാണ്, അല്ലാഹുവിന്റെ ബോധനമാണ്. അതുപോലെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹിയായി നൽകിയതാണ്, അല്ലാഹുവിന്റെ സന്ദേശമായി ലഭിച്ചതാണ് നബിയുടെ സുന്നത്ത്, നബിയുടെ ഹദീസുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. അത് അല്ലാഹുവിന്റെ വഹിയാണ്. നോക്കൂ, ഖുർആനിൽ അല്ലാഹു പറയുന്നത്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വാഭിപ്രായം അനുസരിച്ച്, ദേഹേച്ഛക്കനുസരിച്ച്, അവിടുത്തേക്ക് തോന്നിയതനുസരിച്ചൊന്നും പറയുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, വഹിയല്ലാതെ, അല്ലാഹുവിൽ നിന്ന് സന്ദേശമായി നൽകപ്പെട്ടതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടില്ല. നബിയുടെ ഹദീസുകൾ എഴുതിയിരുന്ന സഹാബിമാരോട് നബി പറഞ്ഞിട്ടുണ്ട്, എഴുതിക്കൊള്ളൂ നിങ്ങൾ, ഇതാ ഇതിൽ നിന്ന് ഹഖല്ലാതെ, ഈ നാവിൽ നിന്ന് ഹഖല്ലാതെ, സത്യമല്ലാതെ വരികയില്ല എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ എന്നതുപോലെ ഹദീസും അല്ലാഹു വഹ്യായി നൽകിയിരിക്കുന്നു. വഅൻസൽനാ ഇലൈക الذിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ഓ നബിയേ, താങ്കൾക്ക് ഈ ഉത്ബോധനം നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്തിനുവേണ്ടി? ലിതുബയ്യിന ലിന്നാസ്, താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, മാ നുസില ഇലൈഹിം,
അവർക്ക് നൽകപ്പെട്ടത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅ, എനിക്ക് ഖുർആനും അതുപോലുള്ളതും വഹ്യായി ലഭിച്ചിരിക്കുന്നു. ഖുർആനും അതുപോലെയുള്ളതും എനിക്ക് വഹ്യായി ലഭിച്ചിരിക്കുന്നു. ഖുർആൻ അല്ലാഹുവിന്റെ വഹ്യാണ്. സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതിനാണ് ഞാൻ സുന്നത്ത് എന്ന് പ്രയോഗിക്കുന്നത്. പ്രിയമുള്ളവർ, നിങ്ങൾക്ക് മാറിപ്പോകരുത്. കാരണം സുന്നത്ത് പല അർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ പ്രയോഗമായി വന്നിട്ടുണ്ട്. ദീനിനെ മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായി പറയാം. അതുപോലെ വാജിബല്ലാത്തത്, നിർബന്ധമല്ലാത്തത് എന്ന അർത്ഥത്തിൽ നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ, കർമ്മശാസ്ത്രത്തിൽ ഫിഖ്ഹിലെ ചർച്ചകളിൽ കാണുന്നത് പോലെ, ചെയ്താൽ പ്രതിഫലമുള്ളത്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തത്, വാജിബിന് അതിന്റെ അടുത്തായി പ്രയോഗിക്കപ്പെടുന്ന, വാജിബിന്റെ കൂടെ പ്രയോഗിക്കപ്പെടുന്ന, വാജിബല്ലാത്തത് എന്ന അർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന ഐച്ഛികമായ പുണ്യകർമ്മങ്ങൾക്ക് സുന്നത്ത് എന്ന് പറയും. ബിദ്അത്തിനെതിരായി സുന്നത്ത് പ്രയോഗിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഇത് പുത്തൻവാദമാണ്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, നബിയുടെ വാക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, അത് അല്ലാഹുവിന്റെ വഹ്യാണ്. അതും അല്ലാഹുവിന്റെ വഹ്യാണ്. നോക്കൂ നിങ്ങൾ, അത് പ്രമാണമാണ്, അത് ദീനിൽ തെളിവാണ്, അത് ദീനിൽ തെളിവാണ്. അതില്ലാതെ ദീനില്ല. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അഖീമുസ്സലാഹ്, നിങ്ങൾ നിസ്കരിക്കുക, നിസ്കരിക്കുക എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നോക്കൂ, റക്അത്തുകളുടെ എണ്ണം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുക സാധ്യമല്ല. ഫജ്ർ 2 റക്അത്താണ്, ളുഹർ 4 റക്അത്താണ്, അസ്ർ 4 ആണ്, മഗ്രിബ് 3 ആണ്, ഇശാ 4 ആണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാണ് അതുള്ളത്. അഖീമുസ്സലാഹ്, നിസ്കരിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്നത്, അത് കാണിച്ചു തന്നത് നമ്മുടെ മുത്തു റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിച്ചുകൊള്ളുക. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ അല്ലാഹു സകാത്ത് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. വആതു സകാത, നിങ്ങൾ സകാത്ത് കൊടുക്കുക, ഖുർആനിലുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ആരാണ് സകാത്ത് കൊടുക്കേണ്ടത്? ആരാണ് സകാത്ത് കൊടുക്കേണ്ടത്? എത്ര പണമുള്ളവൻ കൊടുക്കണം? എല്ലാവരും കൊടുക്കണോ? ഇനി ഉള്ളതിൽ എത്ര ശതമാനമാണ് കൊടുക്കേണ്ടത്? മുഴുവൻ കൊടുക്കണോ? പകുതി കൊടുക്കണോ? അല്ല, കാൽഭാഗം കൊടുക്കണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിസാബുകൾ പഠിപ്പിച്ചു തന്നു. അതാ, ഇത്ര പണം ഉള്ളവനാണ് കൊടുക്കേണ്ടത്, അതിന് താഴെ ഉള്ളവൻ കൊടുക്കണ്ട, അതിന് മുകളിലുള്ളവൻ കൊടുക്കുക. ആ പരിധിയിൽ പണം ഉള്ളവർ കൊടുക്കുക. എപ്പോൾ കൊടുക്കണം? മാസാമാസം കൊടുക്കണോ? ആഴ്ചയിൽ കൊടുക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഹൗലെത്തിയാൽ, ഒരു വർഷമെത്തിയാൽ, സകാത്ത് കൊടുക്കേണ്ട പരിധിയിൽ ഉള്ള പണം ഒരാളുടെ കയ്യിലെത്തി, ഒരു വർഷം എത്തിയാൽ ഒരാൾ സകാത്ത് കൊടുക്കണം. അതുപോലെ ധാന്യവിളകളുടെ സകാത്ത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വആതു ഹഖഹു യൗമ ഹസാദിഹ്, അത് വിളവെടുക്കുന്ന സമയത്ത് സകാത്ത് നൽകുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40-ൽ 1 ഭാഗമാണ് സകാത്ത് കൊടുക്കാൻ പറഞ്ഞത്. അതാണ് 2.5% എന്ന് പറയുന്നത്. 40-ൽ 1 ഭാഗം, തന്റെ സ്വത്ത് 40 ഭാഗമാക്കി തിരിച്ചാൽ അതിലൊരു ഭാഗം. പണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പാവപ്പെട്ട ഒരുവനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വലിയ ഉപകാരമുണ്ടാകും. ആരാണ് ഈ കണക്ക് പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാണ് നമുക്കത് കാണാൻ സാധ്യമാവുക. ഫിത്ർ സകാത്ത് ഏത് മുസ്ലിമാണ് അത് കൊടുക്കാത്തത്? മുസ്ലിമീങ്ങളെല്ലാം വ്യാപകമായി ചെയ്യുന്ന ആ പുണ്യകർമ്മം അത് ഹദീസിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ഹറാമായ ധാരാളം കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ ഹറാമായി മനസ്സിലാക്കുന്നത്, പാടില്ലാത്ത കാര്യങ്ങൾ സുന്നത്തിൽ മാത്രം വന്നതുണ്ട്, അത് മുസ്ലിമീങ്ങൾ സ്വീകരിക്കുന്നു. അല്ലേ? ഹറാമുകളിൽ വലിയ ഹറാമാണല്ലോ ഒരാൾ പാടില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുക എന്നത്. തനിക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുക എന്നത് കടുത്ത ഹറാമാണല്ലോ, ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഅൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ, 2 സഹോദരിമാരെ, ജ്യേഷ്ഠത്തെ അനുജത്തിയെ ഒരുമിച്ച് നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല.
അവരിൽ രണ്ടുപേരും ജീവിച്ചിരിക്കവേ രണ്ടുപേരും ഒരാളുടെ ഭാര്യയായിരിക്കുക എന്നത് പാടില്ല, ഖുർആനിലുണ്ട്. എന്നാൽ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സഹോദരിമാരെ മാത്രമല്ല ഒരു പെണ്ണിനെയും അവരുടെ ഉമ്മയുടെ സഹോദരിയെയും ഒരുമിച്ച് വിവാഹം ചെയ്തുകൂടാ. ഒരു പെണ്ണിനെയും അവരുടെ ഉപ്പയുടെ സഹോദരി, പിതൃ സഹോദരി, ഈ രണ്ടുപേരെ ഒരുമിച്ച് വിവാഹം ചെയ്തുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ മാത്രമാണ് അതുള്ളത്, അത് ഖുർആനിലില്ല. നോക്കൂ നിങ്ങൾ, ഖുർആൻ നമുക്ക് വിശദീകരിച്ചു നൽകിയത് അല്ലാഹുവിന്റെ റസൂലാണ്. ഏത് മുസ്ലിമിനാണ് അറിയാത്തത്? പുരുഷന് സ്വർണം ധരിക്കാൻ പാടില്ല, പുരുഷൻ പട്ടുവസ്ത്രം ധരിച്ചുകൂടാ. എവിടെയാണ് ആ വിലക്ക് വന്നിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാണ്. അതുകൊണ്ട് നോക്കൂ, ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണങ്ങൾ. ഖുർആൻ മാത്രമല്ല, ഖുർആനും സുന്നത്തും, ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും. അല്ലാഹു ഖുർആൻ സംരക്ഷിക്കും ഖിയാമത്ത് നാൾ വരെ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. കാരണം ആ ഹദീസ് ഇല്ലെങ്കിൽ ഈ ദീനില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തറക്തു ഫീകും ഷൈഅൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ലൻ തദുല്ലു മാ തമസ്സക്തും ബിഹിമാ, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല. കിതാബ് അല്ലാഹ് വ സുന്നത റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ കിതാബും അവന്റെ റസൂലിന്റെ സുന്നത്തും മുറുകെ പിടിക്കാൻ ഇവിടെ സംഗതിയില്ലാതെ എങ്ങനെയാണ് നമുക്കത് മുറുകെ പിടിക്കാൻ സാധിക്കുക? നോക്കൂ നിങ്ങൾ, അല്ലാഹു ഖുർആൻ സംരക്ഷിക്കും എന്നതുപോലെ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സംരക്ഷിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഷഹാദത്തിന്റെ താല്പര്യമാണ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ താല്പര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വിശ്വസിക്കുക, നബി അനുസരിക്കുക, നബി പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. നബി പഠിപ്പിക്കാത്ത രൂപത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. ദീനിലില്ലാത്ത പുത്തൻ കാര്യങ്ങൾ അത് തള്ളപ്പെടേണ്ട കാര്യമാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഖുർആൻ പോലെ അല്ലാഹുവിന്റെ വഹയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, നബിയുടെ സുന്നത്തുകൾ. ഖുർആൻ നമ്മുടെ പ്രമാണമാണ്, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമ്മുടെ പ്രമാണമാണ്. ഇത് അംഗീകരിച്ചവരായിരുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, സഹാബത്ത് റളിയല്ലാഹു അൻഹും. അവർ വിശ്വസിച്ചതുപോലെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? അവർ ഈ ദീൻ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, അതാണ് എല്ലാ ഭിന്നിപ്പുകളിൽ നിന്നും കക്ഷിത്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള, അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ്. നോക്കൂ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ വഇൻ തവല്ലൂ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ്. ഓ നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറയുകയാണ്, ഫഇൻ ആമനൂ, അവർ വിശ്വസിച്ചുവെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചുവോ അതുപോലെ. അല്ലാഹു നിങ്ങളെ അഭിസംബോധന ചെയ്താൽ അതിൽ ആദ്യം ഉൾപ്പെടുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. എങ്കിൽ ഫഖദ് ഇഹ്തദൂ, അവർ സന്മാർഗത്തിലാകും. വഇൻ തവല്ലൂ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാൽ അവർ പരസ്പരം കക്ഷി മത്സരത്തിലാണ്, അവർ പരസ്പരം ഭിന്നിപ്പിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ-നുജൂമു അമനത്തുൻ ലിസ്-സമാ ഫഇദാ ദഹബത്തിൻ നുജൂം അതസ്-സമാഅ മാ തുഅദ്. നക്ഷത്രങ്ങൾ ആകാശത്തിന്റെ സംരക്ഷണമാണ്. നക്ഷത്രങ്ങൾ പോയാൽ ആകാശത്തിന് താക്കീത് നൽകപ്പെട്ട നാശകരമായ കാര്യങ്ങൾ വന്നു ചേരും. അന അമനത്തുൽ ലിഅസ്ഹാബി ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ. ഞാൻ എൻ്റെ സഹാബത്തിനുള്ള സംരക്ഷണമാണ്. ഞാൻ പോയാൽ എൻ്റെ സഹാബത്തിന് താക്കീത് നൽകപ്പെട്ടത് വന്നു ചേരും. അസ്ഹാബി അമനത്തുൽ ലി ഉമ്മതി, എൻ്റെ സഹാബിമാർ എൻ്റെ ഉമ്മത്തിനുള്ള സംരക്ഷണമാണ്. فإذا ذهب أصحابي أتى أمتي ما يعدون. എൻ്റെ സഹാബത്ത് പോയാൽ എൻ്റെ ഉമ്മത്തിന് അവർക്ക് താക്കീത് നൽകപ്പെട്ട വിനാശകരമായ കാര്യങ്ങൾ വന്നു ചേരുകയായി. പ്രിയമുള്ളവരെ, ആ സഹാബത്ത് എങ്ങനെയാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ, ഹദീസുകളെ സ്വീകരിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിൽ അതുപോലെ വിശ്വസിക്കുക, അതായിരുന്നു അവരുടെ രീതി. അതാണ് ഈമാനുള്ളവരുടെ രീതി. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്,
പറയുക നബിയെ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹ്ബിബുക്കുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളെ സ്നേഹിച്ചാൽ അവർ നിങ്ങളെ ശിക്ഷിക്കുകയില്ല, അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. മുഅ്മിനാണോ നീ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വിശ്വസിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അത്ഭുതകരമായ കാര്യങ്ങൾ കേട്ടപ്പോൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരൊരു നിമിഷം പോലും ശങ്കിച്ചിട്ടില്ല, സംശയിച്ചു നിന്നിട്ടില്ല. കാരണം ഇത് അല്ലാഹുവിന്റെ വഹി ലഭിക്കുന്ന റസൂലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, നബി ഒരിക്കൽ സഹാബിമാരോട് പറയുന്നു, ബൈന റജുലുൻ യസൂഖു ബഖറ, ഒരിക്കൽ ഒരാൾ ഒരു ബഖറയെ, ഒരു പശുവിനെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. ഇദ് റകിബഹ ഫദറബഹ, അങ്ങനെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ അയാൾ എന്ത് ചെയ്തു? പശുവിന്റെ പുറത്ത് കയറി. കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്തൊക്കെ കയറുന്നത് പോലെ പശുവിന്റെ പുറത്തങ്ങ് ചാടിക്കയറി. ഫദറബഹ, എന്നിട്ട് അതിനെ അടിച്ചു. ഫഖാലത്, അപ്പോൾ പശു അയാളോട് പറഞ്ഞു, ഇന്നാ ലം നുഖ്ലഖ് ലിഹാദ, ഞങ്ങൾ അല്ലാഹു ഇതിനു വേണ്ടിയല്ല പടച്ചത്. ഇന്നമാ ഖുലിഖ്നാ ലിൽ ഹർസ്, ഞങ്ങളെ കൃഷി ചെയ്യാനാണ് അല്ലാഹു പടച്ചത്, പുറത്ത് കയറി സഞ്ചരിക്കാനല്ല അല്ലാഹു ഞങ്ങളെ പടച്ചത്. ഇത് കേട്ടപ്പോൾ ആളുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ബഖറത്തുൻ തകല്ലം, സുബ്ഹാനല്ലാഹ്, സംസാരിക്കുന്ന പശുവോ? സഹാബത്ത് റളിയല്ലാഹു അൻഹും അത്ഭുതം കൂറിയതാണ്, അവർ നിഷേധിച്ചതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നി ഊമിനു ബിഹാദാ അന വഅബൂബക്കർ വഉമർ, ഇതിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കറും ഉമറും വിശ്വസിച്ചിരിക്കുന്നു. വമാ ഹുമാ തമ്മ, എന്നാൽ നബി ഇത് പറയുമ്പോൾ ആ സദസ്സിൽ അബൂബക്കറോ ഉമറോ ഇല്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ര ഉറപ്പുണ്ട്. അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാരായ രണ്ടുപേർ, ഷെയ്ഖാൻ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ, സംശയിക്കാതെ വിശ്വസിക്കും. അതിൽ ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കറും ഉമറും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അബൂബക്കറിന്റെ ഉമറിന്റെ വഴിയിൽ എത്തിച്ചേരാൻ, അവർ പോയ സ്വർഗത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം ഉമ്മത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് കേട്ടാൽ അതിൽ വിശ്വസിക്കുക. കാരണം അവിടുന്ന് നമ്മുടെ റസൂലാണ്, അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന ദൂതനാണ്. ഇസ്റാ മിഅ്റാജിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ല? ഏത് മുസ്ലിമാണ് അത് കേൾക്കാത്തത്? നമ്മുടെ റസൂലിന്റെ ചരിത്രത്തിലെ എണ്ണം പറഞ്ഞ ഏടുകളിൽ ഒന്നാണ് ഇസ്റാ മിഅ്റാജിന്റെ സംഭവം. ഒരൊറ്റ രാത്രിയിൽ അള്ളാഹു നമ്മുടെ റസൂലിനെ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, മാസങ്ങൾ വഴി ദൂരമുള്ള ഫലസ്തീനിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. ഒരൊറ്റ രാത്രി. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്റാ എന്നൊരു സൂറത്തുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിന് തൊട്ടു മുമ്പുള്ള 17ാമത്തെ സൂറത്ത്. തന്റെ അടിമയെ ഒരൊറ്റ രാത്രിയിൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഷാമിലെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം ചെയ്യിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. അവിടെ നിന്ന് ആകാശലോകത്തേക്ക് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു കൊണ്ടുപോവുകയാണ്, തിരിച്ചു കൊണ്ടുവരികയാണ്, ഫലസ്തീനിലേക്കും അവിടെ നിന്ന് മക്കയിലേക്കും. രാവിലെ ആയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ നിഷേധികളായ ആളുകൾ ചുറ്റുമുള്ള മക്കയിൽ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം അല്ലാഹുവിന്റെ വഹ്യാണ്, അത് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. ആര് വിശ്വസിച്ചാലും ആര് നിഷേധിച്ചാലും, വിശ്വസിച്ചാൽ വിശ്വസിച്ചവൻ രക്ഷപ്പെട്ടു, അവൻ സ്വയം അവനവനാണ് ഉപകാരം ചെയ്തിട്ടുള്ളത്. നിഷേധിച്ചാൽ സത്യത്തിന് യാതൊന്നും സംഭവിക്കുകയില്ല, സത്യത്തിനൊന്നും സംഭവിക്കുകയില്ല. സൂര്യന് നേരെ നോക്കി ഒരുവൻ എത്ര തവണ ഊതിയാലും, അതിലെ പ്രകാശം ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അവൻ തളർന്നു വീഴുമല്ല എന്നല്ലാതെ കത്തിജ്വലിക്കുന്ന സൂര്യൻ എന്ത് സംഭവിക്കും? അതിനേക്കാൾ പ്രകാശപൂരിതമാണ്, അതിനേക്കാൾ ആളുകൾക്ക് ഉപകാരമാണ് അള്ളാഹുവിന്റെ വഹയിലെ സത്യം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ഇത് പറഞ്ഞു. മുസ്ലിമീങ്ങളായിരുന്ന ചിലർ അതോടെ മുർത്തദ്ദായി പോയി എന്നാൽ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈമാൻ അള്ളാഹു പരീക്ഷിക്കാൻ കൂടിയാണ്. പ്രിയമുള്ളവരെ, മുസ്ലിം ഉമ്മത്തിന്റെ പ്രയാസങ്ങളിൽ വേദനിക്കുന്നവരെ
എപ്പോഴും ഈ സമുദായത്തിനും ഈ ഉമ്മത്തിനും വിജയമായിരുന്നുവെങ്കിൽ ഈ ദീനിൽ കടന്നു വരാത്ത ഒരാളും ബാക്കി ഉണ്ടാവില്ല. മറിച്ച് ഈ ദീൻ പരീക്ഷിക്കപ്പെടും. അന്തിമ വിജയം ഈ ദീനിനാണ്, ഇസ്ലാമിനാണ്, സംശയമില്ല. പരീക്ഷിക്കപ്പെടും. എന്തിനാണ്? ആരാണ് ഈ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നതിന്. അതുപോലെ മുനാഫിക്കുകളെ വെളിപ്പെടുത്താൻ. പരീക്ഷണങ്ങളിൽ, കുഴപ്പങ്ങളിലാണ് മുനാഫിക്കുകൾ സംസാരിച്ചു തുടങ്ങുക. ശത്രുപക്ഷത്ത് ചെന്ന് ചേരേണ്ടവനൊക്കെ അങ്ങോട്ട് ചെന്നു ചേരും. പോകേണ്ട ചപ്പും ചവറും ഒക്കെ പോകും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഉമ്മത്തിനെ ശുദ്ധീകരിക്കും. അല്ലാഹു നമുക്ക് നഷ്ടപ്രതാപവും എല്ലാ വിജയവും തിരിച്ചു നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജിന്റെ ഈ സമയത്ത് മുശ്രിക്കുകൾ അബൂബക്കർ സിദ്ദീഖിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, കേട്ടില്ലേ കൂട്ടുകാരൻ പറയുന്ന പുതിയ വർത്തമാനം? അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു കൊടുത്തു, ഒറ്റ രാത്രിയിൽ ഇങ്ങനെ പോയി വന്നു എന്നാണ് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അവ ഖാല ദാലിക്, അദ്ദേഹം അങ്ങനെ പറഞ്ഞുവോ? ഖാലു നഅം, അവർ പറഞ്ഞു അതെ. അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, ലഇൻ കാന ഖാല ദാലിക ലഖദ് സദഖ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടുന്ന് സത്യമാണ് പറഞ്ഞത്. قالوا أتصدقه أنه ذهب الليلة إلى بيت المقدس وجاء قبل أن يصبح. بيت المقدس ലേക്ക്, ഫലസ്തീനിലേക്ക് രാത്രി പോയി, രാത്രി തന്നെ തിരിച്ചു വന്നു എന്നത് നീ വിശ്വസിക്കുകയാണോ? അത് സത്യമാണെന്ന് പറയുകയാണോ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നഅം, അതെ. ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദ് മിൻ ദാലിക്, അതിനേക്കാൾ വലിയ കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉസദ്ദിഖുഹു ബിഖബരി السماء في غدوه أو روحه, രാവിലെയും വൈകുന്നേരവും ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ വഹ്യ് ആ റസൂലിന് ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എനിക്കെന്ത് പ്രയാസം? അബൂബക്കർ സിദ്ദീഖിന്റെ ബുദ്ധിയാണത്. പ്രിയമുള്ളവരെ, ബുദ്ധിയാണത്. ചില ആളുകൾ പറയുന്നു എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നവനവന്റെ കേടുവന്ന ബുദ്ധിയിലേക്ക് ചൂണ്ടി ചിലർ പറയുന്നുണ്ടല്ലോ. സഹാബത്തിനേക്കാൾ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനേക്കാൾ ബുദ്ധിമാന്മാരായ ഒരു ഉമ്മത്ത് അതിനു മുമ്പുണ്ടായിട്ടില്ല, ഇനി ഒട്ടുണ്ടാവുകയുമില്ല. അവരെ പോലെ ബുദ്ധിയുള്ള ആരുമില്ല, അവരെ പോലെ വിവേകമുള്ള, അവരെ പോലെ നന്മ നിറഞ്ഞ മനസ്സുള്ള, അവരെ പോലെ ആഴമേറിയ വിജ്ഞാനമുള്ള, അവരെ പോലെ തീരെ നാട്യമില്ലാത്ത ഒരു ഖൗമും അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല. അള്ളാഹുവിന്റെ നബിമാർ കഴിഞ്ഞാൽ അവർക്ക് ശേഷം ഇനി ഒട്ടുണ്ടാവുകയുമില്ല. ഒന്നാലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയിലെ ഇസ്ലാമിന്റെ, ഈമാനിന്റെ കാര്യവും അതുപോലെ ബുദ്ധിയുടെ കാര്യവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണത്? ആകാശവാസികളായ മലക്കുകൾ, ആ മലക്കുകളിൽ ഒരു മലക്കിനെ ഈ രാവിലെയും വൈകുന്നേരവും വ്യത്യാസമില്ലാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകാൻ താഴേക്ക് ഇറക്കുന്നു റബ്ബ്. ജിബ്രീൽ എന്ന മലക്ക് ആകാശലോകത്ത് നിന്ന് റബ്ബിങ്കിൽ നിന്ന് താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു. ആ റബ്ബിന് എന്തു പ്രയാസമാണ് ഭൂനിവാസിയായ മനുഷ്യരിൽ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ, ആകാശത്തേക്ക് കൊണ്ടുപോകുവാൻ, തിരിച്ചു കൊണ്ടുവരുവാൻ എന്തു പ്രയാസമാണ്? പ്രിയമുള്ള സഹോദരങ്ങളെ, ബുദ്ധിയാണ് വിശ്വാസം നൽകുന്ന. ആ വിശ്വാസം അവർ സ്വീകരിച്ചത് ബുദ്ധിയുള്ളത് കൊണ്ടാണ്. ആ വിശ്വാസത്തിൽ അവർ അടിയുറച്ചു നിന്നത് ബുദ്ധിയുള്ളത് കൊണ്ടാണ്. അവരതിൽ വേണ്ടാത്ത സംശയങ്ങൾ ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇതായിരുന്നു സഹാബത്തിന്റെ രീതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അവരങ്ങനെയായിരുന്നു പാലിച്ചിരുന്നത്. അത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് പറഞ്ഞയക്കുന്ന വേളയിൽ പറയുകയുണ്ടായി, ഇംഷി, താങ്കൾ പോവുക, വലാ തൽതഫിത്, തിരിഞ്ഞു നോക്കരുത്, ഹത്താ യഫ്തഹ അല്ലാഹു അലൈക, അല്ലാഹു താങ്കൾക്ക് വിജയം നൽകുന്നതുവരെ തിരിഞ്ഞു നോക്കാതെ പോയിക്കൊള്ളുക. നോക്കൂ നിങ്ങൾ, ആ ഹദീസിൽ നമുക്ക് കാണാം, ഫസാറ അലിയുൻ ഷൈഅൻ, അലി റളിയല്ലാഹു അൻഹു ഒന്ന് മുന്നോട്ട് നടന്നു, ثم وقف, എന്നിട്ട് നിന്നു, വലം യൽതഫിത്, തിരിഞ്ഞു നോക്കിയില്ല, ഫസറഖ്, എന്നിട്ട് നബി കേൾക്കാൻ വേണ്ടി ഉച്ചത്തിൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ മാദാ ഉഖാതിലു നാസ്, ഏത് കാര്യത്തിന്റെ പേരിലാണ്, എന്ത് മുന്നിൽ നിർത്തിയാണ് ഞാൻ അവരോട് യുദ്ധം ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഖാതിൽഹും ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ രണ്ട് ഷഹാദത്ത് അവർ സാക്ഷ്യം വഹിക്കുന്നത്
വരേക്കാണ് യുദ്ധം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവുക, തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി അലി ഇബ്നു അബീ ത്വാലിബ് പാലിക്കുകയാണ്. തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ പറയാം അല്ലേ? വിജയിക്കുന്നത് വരെ പിന്തിരിഞ്ഞോടരുത് എന്ന് വ്യാഖ്യാനിച്ചുകൂടെ? വ്യാഖ്യാനിക്കാൻ അവിടെ ഒരു പഴുതവിടെ ഉണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്‌ലിസ് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കരുത് എന്ന് വ്യാഖ്യാനിച്ചുകൂടെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അത് അതുപോലെ പാലിക്കുകയാണ്. നമുക്ക് ഉറപ്പിച്ചു പറയാം, ആ യുദ്ധം അവസാനിക്കുന്നത് വരെ മഹാനായ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന, നബിയോട് ബഹുമാനവും സ്നേഹവുമുള്ള അലി റളിയല്ലാഹു അൻഹു നബിയോട് ഒരു കാര്യം ചോദിക്കാൻ പോലും തിരിഞ്ഞു നോക്കിയില്ല എങ്കിൽ, അവിടെ നിന്ന് ഉച്ചത്തിൽ നബി കേൾക്കുമാർ ചോദിച്ചുവെങ്കിൽ, പിന്നെ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ യുദ്ധം കഴിയുന്നതുവരെ അലി തിരിഞ്ഞു നോക്കുകയില്ല. ഇതാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി അനുസരിച്ച രൂപം. അവിടെ വേണ്ടാത്ത ചോദ്യങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുമെന്ന ചോദ്യം, നബി ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞു അതെങ്ങനെ തെറ്റാകുമെന്ന ചോദ്യം, അങ്ങനെയുള്ള നിഷേധത്തിന്റെ ചോദ്യം പ്രിയമുള്ളവരെ അവർ ചോദിക്കുമായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി ഫഇന്നി അഖ്ശാ ഇൻ തറക്തു ഷൈഅൻ മിൻ അംരിഹി അൻ അസീർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്ത യാതൊന്നും ഞാൻ ഉപേക്ഷിക്കുകയില്ല. നബിയുടെ കൽപ്പനകളിൽ വല്ലതും ഉപേക്ഷിച്ചാൽ ഞാൻ വഴികേടിലാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. റാഫി ഇബ്നു ഖദീജ് എന്നു പേരുള്ള ഒരു സഹാബിയുണ്ട്. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാം, റാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൃഷിയുടെയും കൂട്ടുകച്ചവടത്തിന്റെയും ഒക്കെ ഒരു രൂപമുണ്ടായിരുന്നു. ആ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ വിലക്കുകയുണ്ടായി. അത് പാടില്ലെന്ന് പറഞ്ഞു. ഈ സഹാബി പറയുകയാണ്, നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അംരിൻ കാന ലനാ നാഫിഅൻ. ഞങ്ങൾക്ക് ഉപകാരമുണ്ടായിരുന്ന ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. ഞങ്ങൾക്ക് പ്രയോജനമുണ്ടായിരുന്നു ആ കാര്യത്തിൽ. എന്നാൽ വതവാഇയത്തുല്ലാഹി വറസൂലിഹി അൻഫഉ ലനാ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക എന്നതാണ് ഏറ്റവും പ്രയോജനപ്രദം. അതിനോളം പ്രയോജനമുള്ള, അതിനോളം ഉപകാരങ്ങളും നന്മകളും നേടിത്തരുന്ന മറ്റൊരു കാര്യവുമില്ല. സഹോദരങ്ങളെ, ഇതാണ് സഹാബത്തിന്റെ വിശ്വാസം. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ മജ്‌ലിസിലേക്ക് ഒരാൾ വന്നു. എന്നിട്ടൊരു കാര്യത്തെക്കുറിച്ചൊരു സംശയം ചോദിച്ചു. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അതിന് മറുപടിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. ഒരു ഹദീസാണ് പറഞ്ഞു കൊടുത്തത്, നബി പറഞ്ഞ വാക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ വന്നയാൾ ചോദിച്ചു, മാ തഖൂലു അൻത, എന്താണ് താങ്കളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ചോദ്യം കേട്ടപ്പോൾ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം കോപാകുലനായി. അദ്ദേഹത്തിന്റെ മുഖം മാറി. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് തറാനി ഫി കനീസ. സുബ്ഹാനല്ലാഹ്, നീ എന്നെ ഒരു നസ്രാനികളുടെ പള്ളിയിലാണോ, ഒരു ചർച്ചിൽ നിന്ന് വരുന്ന ആളായിട്ടാണോ നീ എന്നെ കാണുന്നത്? തറാനി ഫി ബിഅ, യഹൂദരുടെ മഠത്തിൽ നിന്ന്, അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഒരു യഹൂദ പുരോഹിതനോ ക്രൈസ്തവ പാതിരിയുമായിട്ടാണോ നീ എന്നെ കാണുന്നത്? തറ അലാ വസതി സുന്നാറ, എന്റെ അരയിൽ അവർ കെട്ടുന്ന അവരുടെ അരയിൽ കെട്ടുന്ന ബെൽറ്റ് പോലുള്ളത് അത് കെട്ടിയിട്ടുണ്ടെന്നാണോ നീ കാണുന്നത്? അവരുടെ അരപ്പട്ട നീ എന്റെ നടുവിൽ കാണുന്നുണ്ടോ? എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂലുകൾ പറഞ്ഞാൽ അതിനെതിരിൽ സഭ കൂടിയും സുനഹദോസ് കൂടിയും തീരുമാനങ്ങൾ എടുക്കുന്ന, അവർ ഉദ്ദേശിച്ചതുപോലെ ആളുകളെ വിശുദ്ധരാക്കുന്ന, അവരുടെ താല്പര്യപ്രകാരം അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കുന്ന, ഹലാലാക്കിയത് ഹറാമാക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലാണോ നീ എന്നെ കാണുന്നത്? അഖൂലു ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ വഅൻത തഖൂലു ലി മാ തഖൂലു അൻത. അല്ലാഹുവിന്റെ റസൂൽ ഒരു വിധി പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നാണോ നീ എന്നോട് ചോദിക്കുന്നത്? ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുൻഗാമികളുടെ മറുപടി എന്ന് പറഞ്ഞാൽ. മുസ്ലിം ഉമ്മ ചില ഖലീഫമാർ വരെ ഇങ്ങനെയായിരുന്നു.
മുസ്ലിം ഉമ്മത്തിലെ ഖലീഫമാർ, മുൻഗാമികളായ നല്ലവരായ ഭരണാധികാരികൾ എങ്ങനെയായിരുന്നു? ഹാറൂൻ അർ റഷീദ് എന്നു പേരുള്ള മുസ്ലിമീങ്ങളുടെ ഖലീഫമാരിൽ ഒരാളെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒരുപാട് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പരാമർശമുള്ള പ്രസിദ്ധനായ ഖലീഫയാണ് അദ്ദേഹം, ഹാറൂൻ അർ റഷീദ്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് അബൂ മുആവിയ അദ്ദരീർ എന്നു പേരുള്ള ഹദീസിൽ വലിയ വിജ്ഞാനമുള്ള ഒരു പണ്ഡിതൻ വന്നിരുന്നു. അബൂ മുആവിയ, അന്ധനായിരുന്ന ആ പണ്ഡിതൻ, അദ്ദേഹം വന്നിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പറയുകയാണ്. ആദം നബിയും മൂസാ നബിയും പരസ്പരം കണ്ടുമുട്ടിയ ഒരു രംഗം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ റൂഹുകൾ പരസ്പരം കൂടിക്കാഴ്ചക്ക് അവസരമൊരുക്കിയ, അവർ പരസ്പരം സംസാരിച്ച ഒരു ഹദീസ് ഉണ്ട്. നോക്കൂ നിങ്ങൾ, ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് ഇദ്ദേഹം ഈ ഖലീഫയുടെ മുന്നിൽ വെച്ച് സംസാരിച്ചു. അവിടെ പല ആളുകളും ഉണ്ടായിരുന്നു. ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട വലിയ ഉന്നത കുലത്തിൽ ജനിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഐന ലഖിയ ആദമു മൂസാ, എവിടെയാണ് ആദം നബി മൂസാ നബിയെ കണ്ടത്? ഫഗാദിബ റഷീദ്. ഇത് കേട്ടപ്പോൾ ഖലീഫയായ ഹാറൂൻ റഷീദ് അദ്ദേഹം കോപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അന്നത വസൈഫ് സിന്ദീഖുൻ വല്ലാഹ്, എടുക്ക്, വാളെടുക്ക്. നിത്ത എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ആളുകളെ കയറ്റി നിർത്തുന്ന ഒരു വിരിയുണ്ട്, അതിങ്ങെടുക്ക്. സിന്ദീഖാണ് ഇവൻ, മതനിഷേധിയാണ്, വല്ലാഹ് എന്ന് പറഞ്ഞ് ശിക്ഷ നടപ്പിലാക്കാൻ ഹാറൂൻ റഷീദ് കൽപ്പിക്കുകയാണ്. സിന്ദീഖുൻ യത്അനു ഫീ ഹദീസ് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ കുറ്റം പറയുക, ഹദീസിനെ തള്ളാൻ ശ്രമിക്കുകയോ? ഇത് കേട്ടപ്പോൾ ഹദീസ് പറഞ്ഞു കൊടുത്ത ആ പണ്ഡിതൻ അബൂ മുആവിയ അദ്ദരീർ അദ്ദേഹം ഖലീഫയെ സമാധാനിപ്പിച്ചു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, കാനത് മിൻഹു ബാദിറ, അയാൾ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. വലം യഫ്ഹം യാ അമീറൽ മുഅ്മിനീൻ, അയാൾ കാര്യം തിരിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് ഈ പണ്ഡിതൻ പറഞ്ഞു ഖലീഫയെ ശാന്തനാക്കി എന്നാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് മേൽ ശബ്ദമുയർത്തിയാൽ നമ്മുടെ മുൻഗാമികൾ അതിനോട് പ്രതികരിച്ച രൂപം എങ്ങനെയാണ്? അല്ലാഹു പറഞ്ഞില്ലേ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതി നബി, നിങ്ങൾ അല്ലാഹുവിന്റെ നബിയുടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തിനുമേൽ ശബ്ദമുയർത്താൻ പാടില്ല. മഹാന്മാരായ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ അവർ പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനുമേൽ ശബ്ദമുയർത്തിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്? അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നബിയുടെ ശബ്ദത്തിനുമേൽ ശബ്ദമുയർത്തിയാൽ അവന്റെ സ്ഥിതി ഇതാണ് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അത് ഈ കാലത്തിന് യോജിക്കുമോ? അത് ശാസ്ത്രത്തിന് യോജിക്കുമോ? അത് ബുദ്ധിക്ക് യോജിക്കുമോ? അത് നമ്മുടെ പാർട്ടിക്ക് യോജിക്കുമോ? ഈ രൂപത്തിലുള്ള ന്യായങ്ങൾ പറയുന്ന, നബി പറഞ്ഞ അഭിപ്രായത്തിനുമേൽ തന്റെ അഭിപ്രായം ഉയർത്തി വെക്കാൻ ശ്രമിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്താണ്? അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് നാം കൊടുക്കേണ്ട വില എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കുക. ഇത് നിഷേധിക്കുന്ന ആളുകൾ, ഹദീസ് നിഷേധികൾ പിൽക്കാലത്ത് വരുമെന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറയുകയുണ്ടായി, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹ്, എനിക്ക് ഖുർആനും അതുപോലെ വഹയും നൽകപ്പെട്ടിരിക്കുന്നു. അലാ യൂശികു റജുലുൻ ശബ്ആന അലാ അരീകതിഹി, ഇതാ ഒരുവൻ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് തന്റെ സോഫയിൽ ചാരിയിരുന്ന് ഇങ്ങനെ പറയുന്ന ഒരുവൻ വരാൻ കാലമെടുത്തിരിക്കുന്നു. അവൻ എന്താണ് പറയുക? അലൈക്കും ബിഹാദൽ ഖുർആൻ, ഇതാ ഈ ഖുർആൻ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. ഫമാ വജദ്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലൂഹ്, ഖുർആനിൽ ഒരു കാര്യം ഹലാലായുണ്ടോ അത് ഹലാലായി അനുവദനീയമായി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. വമാ വജദ്തും ഫീഹി മിൻ ഹറാമിൻ ഫഹർരിമൂഹ്, ഖുർആനിൽ ഒരു കാര്യം ഹറാമാണെന്ന് വന്നാൽ അത് ഹറാമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചു കൊള്ളുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇന്നമാ ഹറമ റസൂലുള്ളാഹ് കമാ ഹറമല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം ഹറാമാക്കിയാൽ അത് അല്ലാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ്. ഹറാമ ഹലാലുകളുടെ കാര്യത്തിൽ ഖുർആനിനും സുന്നത്തിനും ഒരേ സ്ഥാനമാണുള്ളത്. പഠിച്ചു വെക്കുക പ്രിയമുള്ളവരെ. തഹ്രീമും തഹ്ലീലിന്റെ കാര്യത്തിൽ ഈ വാക്ക് നിങ്ങൾ മറന്നുപോകരുത്. ഹറാമാക്കുക, ഹലാലാക്കുക. ഒരു കാര്യം ഹറാമാണെന്ന് പറയുക, ഹലാലാണെന്ന് പറയുക, അനുവദനീയമാണെന്ന് പറയുക,
അല്ലെങ്കിൽ നിഷിദ്ധമാണ്, പാടില്ല എന്ന് പറയുക. ഇത് ഖുർആനിൽ വന്നാലും സുന്നത്തിൽ വന്നാലും ഒരേപോലെയാണ്. ഖുർആനിലും സുന്നത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആൻ പാരായണത്തിന് തന്നെ, കേവല പാരായണത്തിന് തന്നെ പ്രതിഫലമുണ്ട്. ഒരക്ഷരം ഓതിയാൽ 10 പ്രതിഫലം. എന്നാൽ ഹദീസുകൾ അങ്ങനെ കേവല പാരായണത്തിന് പ്രതിഫലമില്ല. ദീൻ പഠിക്കുക എന്ന അർത്ഥത്തിൽ നീ ഹദീസുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് കൈമാറിയാൽ അതിന് പ്രതിഫലമുണ്ട്. ശ്രേഷ്ഠമായ കാര്യമാണ്. കേവല പാരായണത്തിന് പ്രതിഫലം അത് ഖുർആനിനാണ്. അതുപോലെ ഖുർആൻ പോലെ അതുപോലുള്ളത് കൊണ്ടുവരാനാണ് അള്ളാഹു വെല്ലുവിളിച്ചിട്ടുള്ളത്. അതിലെ പദങ്ങൾ പോലെ ഉള്ള പദങ്ങൾ, അഥവാ ഒരു സൂറത്തെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് 3 ആയത്തുകളുള്ള സൂറത്തുണ്ട് ഖുർആനിൽ, അതുപോലുള്ളതെങ്കിലും കൊണ്ടുവരിക അള്ളാഹു വെല്ലുവിളിച്ചിരിക്കുന്ന ഒരാൾക്കും സാധ്യമല്ല. ആ വെല്ലുവിളി ഖുർആനിന്റെ കാര്യത്തിലാണ്. അതുപോലെ കേവല പാരായണത്തിന് പ്രതിഫലം അത് ഖുർആനിന്റെ കാര്യത്തിലാണ്. എന്നാൽ ഹറാമാണെന്ന് പറയുക, ഹലാലാണെന്ന് പറയുക, ദീനിലെ വിധികൾ പറയുക, ഇതിൽ ഖുർആനും സുന്നത്തും ഒരുപോലെയാണ്. കാരണം രണ്ടും അള്ളാഹുവിന്റെ വഹ്യാണ്, രണ്ടും അള്ളാഹുവിന്റെ സന്ദേശമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവരെന്തൊക്കെയാണ് ന്യായം പറയുക? ഇതാ ഒരു ന്യായം എന്താണ്? ഹദീസുകൾ തള്ളാൻ ചിലർ പറയും ഇത് ഖുർആനിനെതിരാണ്. ഈ ഹദീസ് എന്തിനെതിരാണ്? ഖുർആനിനെതിരാണ് അത്ര. ഖുർആനിലെ ആയത്തിന് അർത്ഥം പറഞ്ഞതാരാണ്? ഈ നിഷേധി തന്നെ. അവന് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബിമാർ, അവരിൽ നിന്നത് കേട്ട താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ ഇവനേക്കാൾ നന്നായി ഖുർആൻ പഠിച്ചവരായിരുന്നു, ഖുർആൻ മനസ്സിലാക്കിയവരായിരുന്നു, ഖുർആൻ പഠിക്കാൻ ജീവിതം മാറ്റിവെച്ചവരായിരുന്നു. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് മഹാനായ താബിഈയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, സഹാബിയായ ഇബ്നു അബ്ബാസിന് ഖുർആൻ ഓതിക്കൊടുക്കും. ഓരോ ആയത്തോതും ഓരോന്നിന്റെ വിശദീകരണം സഹാബി എനിക്ക് പറഞ്ഞു തരും. ഒരു തവണയല്ല, ഒന്നിലധികം തവണ ഇങ്ങനെ ഖുർആനിലെ ഓരോ ആയത്ത് സഹാബിക്ക് ഓതിക്കൊടുത്ത് അതിന്റെ തഫ്സീർ പഠിച്ച താബിഈകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഹദീസ് നിഷേധികളുടെ വിചാരം എന്താണ്? അവരുടെ വിചാരം അവരെ പോലെയുള്ള വിവരദോഷികളാണ് കഴിഞ്ഞുപോയ മുഹദ്ദിസീങ്ങളും അതുപോലെ താബിഈങ്ങളും ഒക്കെ എന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അത് 2 ഇനമുണ്ട്. അറിവില്ലായ്മ 2 ഇനമുണ്ട്. ഒന്നാമത്തെ ഇനം അതിന് ജഹ്ൽ ബസീത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാതെ ദ്രോഹം ചെയ്യാത്ത അറിവില്ലായ്മയാണ്. രണ്ടാമതൊരു അറിവില്ലായ്മയുണ്ട്, അത്ര ദ്രോഹം ചെയ്യാത്ത അറിവില്ലായ്മ. എന്താണ് അതിന്റെ പ്രത്യേകത? വിവരമില്ല, പക്ഷെ അവൻ അറിയാം എനിക്ക് വിവരമില്ലായത്, അവൻ അറിയാം എനിക്ക് വിവരമില്ല. അതുകൊണ്ട് എന്താണ്, അവൻ പഠിക്കാൻ ശ്രമിക്കും, അവന് വിനയമുണ്ടാകും. രണ്ടാമതൊരു വിവരദോഷമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വലിയ അപകടകരമാണ്. ജഹൽ മുറക്കബ് എന്ന് പറഞ്ഞാൽ അവന് വിവരമില്ല, പക്ഷെ വിവരമില്ല എന്ന വിവരവും അവനില്ല. അതുകൊണ്ട് അവൻ പഠിക്കാൻ ശ്രമിക്കുകയില്ല, താൻ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഹദീസിനെ തള്ളിക്കളയുന്ന പലരുടെയും വിചാരം അയാളെ പോലെയാണ് ഈ കഴിഞ്ഞ ഇമാമുമാർ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അതുപോലെ മുൻഗാമികളായ മുഹദ്ദിസീങ്ങളും ഒക്കെ എന്നാണ്. അവരുടെ കാര്യം പറയുമ്പോൾ ഒരു മര്യാദ ഉണ്ടാവുകയില്ല. എത്ര ഹദീസുകൾ ഞാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് ലാഘവത്തോടെ പറയാൻ ആളുകൾക്ക് കഴിയും. എന്തുകൊണ്ടാണത്? സ്വന്തം വിവരക്കേട് അവർ മനസ്സിലാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, ഖുർആനിന് ഒരൊറ്റ ഹദീസും എതിരാവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നത് ഖുർആൻ അനുസരിക്കലാണ്. ഹദീസ് അനുസരിക്കുക എന്നാൽ സുന്നത്ത് അനുസരിക്കുന്നതിന്, ഖുർആൻ അനുസരിക്കുന്നതിന്റെ ഭാഗമാണ് ഹദീസ് അനുസരിക്കുക എന്നത്. കാരണം അല്ലാഹു പറഞ്ഞു, നോക്കൂ നിങ്ങൾ ഖുർആനിൽ, മൻ യുതഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു, ഖുർആനിൽ അല്ലാഹു പറയുന്നു, റസൂൽ നിങ്ങൾക്ക് എന്തു കൊണ്ടുവന്നതെന്നോ ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിങ്ങളോട് വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്ന് കൊള്ളുക. നോക്കൂ, ഖുർആൻ അനുസരിക്കുന്നതിന്റെ ഭാഗമാണ് ഹദീസുകൾ അനുസരിക്കുക എന്ന്. ഹദീസുകൾ തള്ളിക്കൊണ്ട ഒരാൾക്ക് ഖുർആൻ അനുസരിക്കുക സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഖുർആനിനെ എതിരായി ഹദീസുകൾ ഉണ്ടാവുക?
നോക്കൂ നിങ്ങൾ, അത് ഖുർആനും ഹദീസും മനസ്സിലാക്കാത്ത, യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാത്ത ആളുകളുടെ വർത്തമാനമാണ്. ഏതെങ്കിലും ഹദീസ് ഖുർആനിന്റെ താല്പര്യത്തിനെതിരാണ്, ഖുർആൻ പഠിപ്പിക്കപ്പെട്ടതിനെതിരാണ് എന്ന് കണ്ടാൽ ആ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് പോവുക. നിനക്ക് മനസ്സിലാകും നീ മനസ്സിലാക്കിയതല്ല അതിന്റെ അർത്ഥമെന്ന്. ആ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് സഹാബത്ത് പറഞ്ഞ, മുൻഗാമികൾ പറഞ്ഞ അതിന്റെ വിശദീകരണത്തിലേക്ക് നീ പോകുക, ആഴത്തിൽ പഠിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു നിനക്ക് മനസ്സിലാക്കി തരും. ഈ ദീനിൽ ഒരു സംശയമുണ്ടായാൽ, ദീനിൽ നിന്ന് ചാടി നീ പുറത്തുപോയാൽ സംശയങ്ങളുടെ പടുകുഴിയിലാണ് നീ പിന്നെ പതിക്കുന്നത്. നിന്റെ സംശയം അതുകൊണ്ട് തീരുമോ? ഇല്ല. ദീനിനെ കുറിച്ച് സംശയമുണ്ടായാൽ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ തിന്മകൾ കാരണത്താലായിരിക്കാം ഈ ദീൻ ശരിക്കും നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. തിന്മകൾ അറിവ് മുടക്കും, വിജ്ഞാനമില്ലാതാക്കി തീർക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കുക, ജീവിതം ശുദ്ധീകരിക്കുക, പഠിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സന്മാർഗം കാണിച്ചു തരും. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലഅനല്ലാഹ്, അല്ലാഹു ശപിക്കട്ടെ, അൽ വാശിമാത് വൽ മുസ്തൗശിമാത് വൽ മുതനമ്മിസാത് വൽ മുതഫല്ലിജാത് ലിൽ ഹുസ്നി അൽ മുഗയ്യിറാതി ഖൽഖല്ലാഹ്, പച്ചകുത്തുന്നവരെ, അതുപോലെ പച്ചകുത്തുന്ന സ്ത്രീകളെ, പുരികം അത് എടുത്തു കളയുന്നവരെ, പണ്ടുകാലത്ത് പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കി സൗന്ദര്യമുണ്ടാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. സൗന്ദര്യ സങ്കല്പം കാലങ്ങൾക്കനുസരിച്ച് മാറും. പഴയ കാലത്ത് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു ശപിക്കട്ടെ. ഇത് കേട്ടപ്പോൾ, ഇതറിഞ്ഞപ്പോൾ ഉമ്മു യഅഖൂബ് എന്നുപേരുള്ള ഒരു സ്ത്രീ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വരികയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാലി ലാ അൽഅനു മൻ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചവരെ ശപിക്കുന്നതിൽ എനിക്ക് എന്ത് പ്രശ്നമാണുള്ളത്? വഹുവ ഫീ കിതാബില്ലാഹ്, അതാകട്ടെ അല്ലാഹുവിന്റെ കിതാബിലുമുണ്ട്. ഈ പറഞ്ഞ കാര്യം അല്ലാഹുവിന്റെ കിതാബിലുമുണ്ട്. ഈ സ്ത്രീ പറഞ്ഞു, ലഖദ് ഖറഅതു ബൈന ലൗഹൈൻ ഫമാ വജദ്തു ഫീഹിമാ തഖൂൽ, മുസ്ഹഫിന്റെ രണ്ട് ചട്ടകൾക്കുള്ളിൽ മുഴുവൻ ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്, ഞാൻ അതിൽ ഇങ്ങനെ ഒരു ആയത്ത് കണ്ടിട്ടില്ലല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഇൻ കുൻതി ഖറഅതീഹി ലഖദ് വജദ്തീഹി, നീ ഖുർആൻ മുഴുവൻ ഓതിയിട്ടുണ്ട് എങ്കിൽ നീ കണ്ടിട്ടുണ്ട്. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, അത് നീ ഓതിയിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് സ്വീകരിച്ചു കൊള്ളുക, റസൂൽ വിലക്കിയത് അത് നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളുക. ആ സ്ത്രീ പറഞ്ഞു, അതെ. നോക്കൂ നിങ്ങൾ, എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിലക്കിയിട്ടുണ്ട്. നബി അനുസരിക്കുക എന്ന് പറഞ്ഞത് അത് ഖുർആൻ അനുസരിക്കൽ തന്നെയാണ്. ഹദീസ് നിഷേധികൾ അവരുടെ നിഷേധത്തിന് ന്യായമായി പറയാവുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഹദീസുകൾ ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന. ഈ ഹദീസ് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഇത് യുക്തിക്ക് നിരക്കാത്ത ഹദീസാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ, എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്? എത്ര വലിയ നിഷേധമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഖുർആനിലോ സഹീഹായ ഹദീസിലോ വന്നിട്ടുള്ള ഒരൊറ്റ കാര്യവും നേരായ ബുദ്ധിക്കെതിരാവുകയില്ല. നേരായ ബുദ്ധിക്ക് ഒരിക്കലും ഹദീസിൽ വന്നത്, സഹീഹായ ഹദീസിൽ വന്നതോ ഖുർആനിൽ വന്നതോ എതിരാവുകയില്ല. മറിച്ച് ഖുർആനിലും ഹദീസിലും വരും എന്ത്? മാ തുഹയ്യിറുൽ ഉഖൂൽ, ബുദ്ധി അത് അന്ധാളിച്ചു നിന്നു പോകുന്ന, സ്തംഭിച്ചു നിന്നു പോകുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ ഖുർആനിൽ ഉണ്ടാകും. പക്ഷെ ബുദ്ധിക്ക് നിരക്കാത്തത് ഒരിക്കലും ഖുർആനിലും സഹീഹായ സുന്നത്തിലും ഉണ്ടാവുകയില്ല. ഇനി ഒരുവന് തോന്നുകയാണ്, ഈ ആയത്തിൽ പറഞ്ഞ കാര്യം ബുദ്ധിക്ക് യോജിക്കുകയില്ല, ഈ ഹദീസിൽ പറഞ്ഞ കാര്യം ബുദ്ധിക്ക് യോജിക്കുകയില്ല എന്ന് പറഞ്ഞാൽ തകരാർ അവന്റെ ബുദ്ധിക്കാണ്. അവന്റെ ബുദ്ധി കേടുവന്ന ബുദ്ധിയാണ്. അവനത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവൻ സ്വയം പരിശോധിക്കുക, അവൻ അതിനെ തിരുത്തുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ലൗ കാന അദ്ദീനു ബിർറഅയി ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽമസ്ഹി മിൻ അഅലാഹ്. ഈ ദീൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വീക്ഷണത്തിന്, അവരുടെ അഭിപ്രായത്തിനനുസരിച്ചായിരുന്നുവെങ്കിൽ, ഓരോരുത്തരുടെ ബുദ്ധിക്കനുസരിച്ചായിരുന്നുവെങ്കിൽ
ഖുഫയുടെ ഷൂസിന്റെ അടിഭാഗമായിരുന്നു തടവേണ്ടിയിരുന്നത്. ലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ളാഹിരി ഖുഫൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷൂസിന്റെ മുകൾ ഭാഗത്ത് തടവുന്നതാണ് ഞാൻ കണ്ടത്. ഒരാൾ വുദൂ ചെയ്ത് ഷൂസോ അല്ലെങ്കിൽ സോക്സോ ധരിച്ചാൽ പിന്നീട് വുദൂ മുറിഞ്ഞതിന് ശേഷം വുദൂ എടുക്കുമ്പോൾ കാല് കഴുകുന്ന സമയത്ത് അത് അഴിച്ച് കഴുകേണ്ടതില്ല, അതിന് മുകളിൽ തടവിയാൽ മതി. യാത്രക്കാരന് 3 ദിവസം ഇളവുണ്ട്. നാട്ടിലുള്ള ഒരാൾക്ക് 1 ദിവസം, രാവും പകലും അങ്ങനെ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയത് എവിടെയാണ്? മുകളിലാണ്. വേണമെങ്കിൽ ഒരാൾക്ക് പറയാം, അടിയിലല്ലേ തടവേണ്ട, അടി തട്ടിയിട്ടല്ല, അടിഭാഗമല്ലേ മണ്ണിലൂടെ നടക്കുന്നത്, ഭൂമിയിൽ സ്പർശിക്കുന്നത്, പൊടിപടരം പുരളുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദീൻ ഓരോരുത്തരുടെ ഇതുപോലുള്ള വീക്ഷണങ്ങൾക്കനുസരിച്ചായിരുന്നുവെങ്കിൽ അടിഭാഗമായിരുന്നു തടവേണ്ടിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലാണ് തടവിയത്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നേരായ ബുദ്ധിക്ക് യോജിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഒരാൾ തന്റെ നനഞ്ഞ കയ്യിൽ അതുമായി ഷൂസിന്റെ അടിഭാഗം തടവിയാൽ എങ്ങനെ ഉണ്ടാവും? ഈ പൊടിപടലവും മണ്ണും ഒക്കെ പുരണ്ട ഭാഗം തടവിയാൽ എങ്ങനെ ഉണ്ടാകും? എല്ലാം കൂടി വഷളാകും. എന്നാൽ നോക്കൂ, ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആളുകൾക്ക് തോന്നിയേക്കും, അത് ബുദ്ധിയുടെ തകരാറ്, അത് ദീനിന്റെ തകരാറല്ല. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം അള്ളാഹുവിന്റെ ദീനിൽ ഉണ്ട് എന്ന് കേട്ടാൽ, ഖുർആനിലും സുന്നത്തിലും ഉണ്ട് എന്നറിഞ്ഞാൽ ആദ്യം നീ അത് വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്കിൽ അള്ളാഹു അതിനെക്കുറിച്ച് നിനക്ക് നല്ല ബോധവും അതിനെക്കുറിച്ച് സമാധാനവും യഥാർത്ഥ വിശ്വാസവും മനസ്സിൽ തരും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹ് ലാ യഹ്ദീഹിമുല്ലാഹ് വലഹും അദാബുൻ അലീം. അള്ളാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കാത്തവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന്റെ മറുവശം എന്താണ്? അള്ളാഹുവിന്റെ ആയത്തുകൾ നീ വിശ്വസിച്ചാൽ നിനക്ക് അള്ളാഹു സന്മാർഗമേ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, അതാണ് ഒന്നാമത്തെ വർത്തമാനമാകേണ്ടത്. എങ്കിൽ അള്ളാഹു അതിൽ നിനക്ക് നല്ല ഉൾക്കാഴ്ചയും സമാധാനവും ഹിദായത്തും നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസിൽ വന്നു, ആദ്യം അതിൽ വിശ്വസിക്കുക. എങ്കിൽ അള്ളാഹു അത് ശരിക്കും മനസ്സിലാക്കാനുള്ള വിവരവും യഥാർത്ഥ ബോധവും യഥാർത്ഥ ദിശാബോധവും സന്മാർഗവും അള്ളാഹു നൽകും. അതല്ലാതെ ഇത് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന ന്യായം മുസ്ലിമീങ്ങളുടെ ന്യായമല്ല. അതാരുടെ ന്യായമാണ്? അതാരുടെ ന്യായമാണ് പ്രിയമുള്ളവരെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതാരുടെ ന്യായമാണ്? ഇബ്ലീസിന്റെ ന്യായമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇബ്ലീസിനോട് കൽപ്പിക്കുകയാണ്, എന്ത്? നീ ആദമിന് മുന്നിൽ സുജൂദ് ചെയ്യുക, ആദമിന് സുജൂദ് ചെയ്യുക. അള്ളാഹുവിന്റെ കൽപ്പനയാണോ? അത് ഇബാദത്തിന്റെ സുജൂദല്ല, അത് ആദരവിന്റെ സുജൂദാണ്. അള്ളാഹു പഴയകാല ഉമ്മത്തുകളോട് കൽപ്പിച്ചതാണ്. എന്നാൽ ഈ ഉമ്മത്തിൽ ഒരാളുടെ മുന്നിലും തലകുനിച്ച് ബഹുമാനിക്കുക എന്നത് അനുവദനീയമല്ല. ബഹുമാനത്തിന്റെ പേരിൽ പോലും തലകുനിക്കുക പാടില്ല. നോക്കൂ നിങ്ങൾ, ഇബ്ലീസിനോട് റബ്ബ് അത് കൽപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ വാക്കാണ്, അള്ളാഹുവിന്റെ വാക്കാണ്. അതിനെതിരിൽ അവൻ പറഞ്ഞത് എന്താ? ഖലഖ്തനി മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. എന്നെ നീ തീയിൽ നിന്ന് പടച്ചു, ആദമിനെ നീ മണ്ണിൽ നിന്ന് പടച്ചു. പിന്നെ എങ്ങനെ തീയിൽ നിന്ന് നീ പടച്ച ഞാൻ മണ്ണിൽ നിന്ന് നീ പടച്ച ആദമിന് സുജൂദ് ചെയ്യുക? അള്ളാഹുവിന്റെ വാക്കിനെതിരിൽ അവൻ അവന്റെ കേടുവന്ന ബുദ്ധിയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഇബ്ലീസിന്റെ പാരമ്പര്യം പേറുന്നവരായി നമ്മൾ മാറിക്കൂടാ. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ മഹാപ്രളയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കപ്പലുണ്ടാക്കാനും അതിൽ കയറാനും കൽപ്പിച്ചു. അതാ വിശ്വസിക്കാത്ത ധിക്കാരിയായ മകൻ നൂഹ് അലൈഹിസ്സലാമിന്റെ മകൻ കയറാൻ തയ്യാറാകുന്നില്ല. നൂഹ് നബി പറഞ്ഞു, യാ ബുനയ്യ ഇർകം മഅനാ, മോനെ കയറൂ, ഞങ്ങളുടെ കപ്പലിൽ കയറൂ. ആ നബിയുടെ വാക്കാണ്, ആ നബിയുടെ വാക്ക് അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് സംസാരിക്കുന്ന നബിയുടെ ഉപദേശമാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ വാക്കാണ്, നൂഹ് നബി പറഞ്ഞ ഹദീസാണ്. അത് തള്ളാൻ മകൻ പറഞ്ഞ ന്യായം എന്താണ്? ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം അവന്റെ ബുദ്ധിയായിരുന്നു, ഞാൻ വലിയൊരു മലമുകളിൽ കയറിക്കൊള്ളാം, ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം. എന്ത് സംഭവിച്ചു? വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. അതാ ഒരു കൂറ്റൻ തിരമാല വരികയാണ്, അവൻ മുങ്ങിത്താഴുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കെതിരിൽ സ്വന്തം പിഴച്ച ബുദ്ധി കൊണ്ട്, സ്വന്തം കേടുവന്ന ബുദ്ധി കൊണ്ട് ന്യായങ്ങൾ ചമക്കുന്നവർ ദലാലത്തിന്റെ തിരമാലകൾ അവരെ വിഴുങ്ങുന്നതാണ്, അവർ മുങ്ങി നശിക്കുന്നതാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് അതിന്റെ വില കൊടുക്കുക. ചില ആളുകൾ ഹദീസ് തള്ളാൻ പറയുന്ന മറ്റൊരു ന്യായമാണ്, ഇത് ശാസ്ത്രത്തിന് യോജിക്കുന്നില്ല, ഇത് കണ്ടെത്തലുകൾക്ക് യോജിക്കുന്നില്ല, ആധുനിക പഠനങ്ങൾക്ക് യോജിക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവൻ ആരുടെ വാക്കാണ് വലുത്? അള്ളാഹുവിന്റെ വാക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, അതാണോ നിനക്ക് വലുത്? അതല്ല ന്യൂട്ടണോ ഐൻസ്റ്റീനോ പറഞ്ഞ വാക്ക്, അതാണോ നിനക്ക് വലുത്? രണ്ടും മുന്നിൽ വെച്ചാൽ നീ ഏതാണ് സ്വീകരിക്കുക? സഹോദരങ്ങളെ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ നിരീക്ഷണ പരീക്ഷണങ്ങളാണ്. അവൻ ഉപകരണങ്ങൾ വെച്ച് സൂക്ഷ്മമായ വസ്തുവിനെ വലുതായി കാണിക്കുന്ന ഉപകരണങ്ങൾ വെച്ച് നോക്കി ചില കാര്യങ്ങൾ വിലയിരുത്തുന്നു. മുകളിലേക്ക് ടെലസ്കോപ്പ് വെച്ച് നോക്കി പലതും വിലയിരുത്തുന്നു. അവന്റെ നിരീക്ഷണവും പരീക്ഷണവുമാണ്, മനുഷ്യന്റെ പഠനങ്ങളാണ്. അത് തെറ്റാൻ സാധ്യതയുണ്ട്. ഇന്നലെ പറഞ്ഞതല്ല ഇന്നലത്തെ ശാസ്ത്രം, ഇന്നത്തെ ഭീമാബദ്ധങ്ങളാണ്. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ വലിയ അബദ്ധങ്ങളായി മാറും. അതാണ് ശാസ്ത്രത്തിന്റെ സ്ഥിതി. ആ ശാസ്ത്രം ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചു വന്നാൽ ശാസ്ത്രത്തിന് നല്ലത്, അതിന്റെ ആളുകൾക്കും നല്ലത്. അതല്ല നമ്മുടെ മാനദണ്ഡം ഖുർആനും സുന്നത്തുമാണ്. ഖുർആനോടും സുന്നത്തിനോടും യോജിച്ചു വന്ന ശാസ്ത്രമാണ് യഥാർത്ഥ ശാസ്ത്രം. ഖുർആനിനും സുന്നത്തിനും എതിരായി ശാസ്ത്രം പറയുന്നുണ്ടോ? അത് തെറ്റാണ്. അതവർ ഇന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ മനസ്സിലാക്കും. ഇനി നാളെ അവർ മനസ്സിലാക്കിയില്ലെങ്കിലും അത് തെറ്റാണ്. അള്ളാഹു പറഞ്ഞതാണ് ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ശരി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്നവരുടെ, സാക്ഷ്യം വഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാത്തവൻ എന്തു പറയാം? നിന്റെ സാക്ഷ്യവും ഈ വാദവും തമ്മിൽ യോജിച്ചു പോവുകയില്ല. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വഖഅ അദ്ദുബാബു ഫീ ഇനാഇ അഹദികും ഫലിയഗ്മിസു, നിങ്ങളുടെ പാത്രത്തിൽ ഒരു ഈച്ച വീണാൽ നിങ്ങൾ അതിനെ മുക്കി പുറത്തേക്ക് കളയുക. ഫഇന്ന ഫീ അഹദി ജനാഹിഹി ദാഉൻ വഫിൽ ആഖിരി ദവാ, കാരണം അതിന്റെ ഒരു ചിറകിൽ രോഗമുണ്ട് എങ്കിൽ മറ്റേ ചിറകിൽ അതിന്റെ മരുന്നുണ്ട്, ശമനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞോ, ഛേ, എങ്ങനെയാണ് ഈച്ചയെ വെള്ളത്തിൽ മുക്കി തിന്നുക? അതെങ്ങനെ യോജിക്കും നബിയെ? മുക്കിയിട്ട് അതിനെ തിന്നാനല്ല പറഞ്ഞത്, അതിനെ പുറത്തേക്ക് കളയുക, എന്നിട്ട് അത് കുടിക്കാം, ആ വെള്ളം കുടിക്കാം. ഏതെങ്കിലും ഒരു സഹാബി അങ്ങനെ ചോദിച്ചോ? ഇല്ല. ഏത് ശാസ്ത്രം ഇതിന് പിന്തുണ നൽകിയാലും ഇല്ലെങ്കിലും ശരി, മുസ്ലിം പറയും ആമന്ന വസദ്ദഖ്ന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സത്യപ്പെടുത്തി. ഇതാണ് ഒരു മുസ്ലിം പറയേണ്ടത്. ശാസ്ത്രം അതിനനുകൂലമായി പറഞ്ഞാൽ നല്ല കാര്യം. അതേസമയം അതിനെതിരായി പറഞ്ഞു, അല്ലെങ്കിൽ ശാസ്ത്രം ഒന്നും മിണ്ടിയില്ല, ശാസ്ത്രം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. അത് വിശ്വസിക്കാൻ അവന് അമാന്തിക്കാൻ പാടില്ല, അതവന് നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ, അതതിന്റെ നാവിട്ടാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ പാത്രം ശുദ്ധിയാകണമെങ്കിൽ 7 തവണ കഴുകണം. ആദ്യത്തെ തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ശാസ്ത്രം എന്തു പറഞ്ഞാലും ശരി, അങ്ങനെയാണ് ആ പാത്രം ശുദ്ധിയാവുള്ളൂ. ആ പാത്രം അങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കും, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കും. ഇതാണ് സഹോദരങ്ങളെ മുസ്ലിമിന്റെ നിലപാട്. അതല്ലാതെ ശാസ്ത്രം കൊണ്ടുവന്ന് ഹദീസിനെ തള്ളലല്ല. കുറച്ചു മുമ്പ് മരണപ്പെട്ടു പോയ ഒരാൾ, ഹദീസ് പണ്ഡിതനെന്നൊക്കെ ചിലർ പറയുന്ന ഒരാളാണ്. നോക്കൂ നിങ്ങൾ, സൂര്യൻ അസ്തമിക്കുന്നത് അത് അല്ലാഹുവിന്റെ അർശിന് കീഴിൽ പോയി സുജൂദ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട്. മുസ്ലിമും മറ്റും ഉദ്ധരിച്ച സഹീഹായ ഹദീസാണ്. അയാൾ പ്രസംഗിക്കുകയാണ്, പരസ്യമായി പ്രസംഗിക്കുകയാണ്. നമുക്കിന്നറിയാം ഈ ഹദീസ് തെറ്റാണ്, ഈ ഹദീസ് തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഊദു ബില്ലാഹ്, അഊദു ബില്ലാഹ്. എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്? ആരുടെ വാക്കിനെ കുറിച്ചാണ് ഈ പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. ആ വാക്കിനെതിരിൽ ഈ ആളുകളുടെ വാക്കിനെ നീ ഉൾക്കൊള്ളുകയാണോ?
അല്ലാഹു റബ്ബുൽ ആലമീൻ ആകാശങ്ങളെ പടക്കുമ്പോൾ, സൂര്യനെ പടക്കുമ്പോൾ, ചന്ദ്രനെ പടക്കുമ്പോൾ ഈ ശാസ്ത്രകാരന്മാരിൽ ആരെങ്കിലും അതിന് സാക്ഷിയായി വെച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് അവരെ സാക്ഷിയായി നിശ്ചയിച്ചിട്ടില്ല. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം. ആകാശങ്ങളെയും ഭൂമിയെയും പടക്കുന്നതിനോ അവരെ തന്നെ പടക്കുന്നതിനോ നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല എന്ന് അല്ലാഹു പറയുകയാണ്. ആ റബ്ബിന്റെ വഹി ലഭിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് റബ്ബിന്റെ അർശിന് കീഴിൽ സുജൂദ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം പറയേണ്ടത് ആമന്ന വസദ്ദഖ്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. എന്നാൽ അവ മുസ്ലിം ആവുകയുള്ളൂ. ഇതാണ് സഹോദരങ്ങളെ യഥാർത്ഥ ഇസ്ലാമും ഹദീസ് നിഷേധത്തിന്റെ ദീനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഹദീസുകൾ അത് ക്രോഡീകരിക്കാനും അതിന്ന് കാണുന്ന രൂപത്തിൽ ഗ്രന്ഥങ്ങളായി നമ്മുടെ മുന്നിൽ എത്തിച്ചേർക്കാനും ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാർ പരിശ്രമിച്ച പരിശ്രമങ്ങൾ അത് നിങ്ങൾ വായിച്ചാൽ അതിലൊരു ഭാഗമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ഹദീസ് നിഷേധികൾ ഉള്ളത് എത്ര വലിയ ജഹാലത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമായിരുന്നു. സഹോദരങ്ങളെ, ഇൽമുൽ ഹദീസ്, ഹദീസ് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ലോകത്ത് ഇതുപോലൊരു വിജ്ഞാനം ഒരു വിജ്ഞാന ശാഖയിലുമില്ല. ദുനിയാവിന്റെ വിജ്ഞാനീയങ്ങളിൽ പോലും ഇത്ര അത്ഭുതകരമായ വിജ്ഞാനമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നബി പറഞ്ഞു എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ പണ്ഡിതന്മാർ അവരുടെ ജീവിതമാണ് മാറ്റിവെച്ചത്. ഇത് പഠിക്കാൻ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് അതിന് എളുപ്പമുണ്ടായിരുന്നു. കാരണം നബിയുടെ കൂടെയാണ് അവർ ജീവിച്ചത്. നബിയുടെ കൂടെ ജീവിച്ച പല സഹാബിമാരെയും അവർക്കറിയാം. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ സൂക്ഷ്മതയില്ലാത്തവർ ദീനിൽ വന്നപ്പോൾ കളവ് പറയുന്നവർ വന്നു. വേറെ ചിലർ കളവ് പറയുകയില്ല, പക്ഷെ ഓർമ്മ പിശകുള്ളവരുണ്ട്. സംസാരിക്കുമ്പോൾ സൂക്ഷ്മതയില്ലാത്തവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ വന്നപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സ്വീകരിക്കാൻ സനദ് പരിശോധിക്കാൻ തുടങ്ങി. ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിന് സനദ് വേണം. ഇതാര് പറഞ്ഞു, അയാൾ ആരിൽ നിന്ന് കേട്ടു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന പരമ്പര. ആ പരമ്പരയില്ലാത്തൊരു ഹദീസാണോ അത് ഹദീസായി തന്നെ പരിഗണിക്കപ്പെടുകയില്ല. ഇനി പരമ്പരയുണ്ടോ പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പരിശോധിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ഇവർ സത്യസന്ധരാണോ? ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഒരേ കാലത്ത് ജീവിച്ചിട്ടുണ്ടോ? ഇവർ വിശ്വസ്തരാണോ? സത്യസന്ധരാണോ? ഓർമ്മപ്പിശകുള്ളവരാണോ? ഇവർ വല്ല തെറ്റായ വഴിയിലും സഞ്ചരിച്ചവരാണോ? ഇങ്ങനെ പല രൂപത്തിൽ ഒരുപാട് പരിശോധനകൾക്ക് ശേഷമാണ് ഹദീസുകൾ സ്വീകരിക്കപ്പെടുക. പ്രിയ സഹോദരങ്ങളെ, അതിനു മുൻഗാമികൾ സഹിച്ച ത്യാഗങ്ങൾ ചില്ലറയല്ല. ഇന്നതാ നോക്കൂ, ആളുകൾ ആ ഹദീസിന്റെ പണ്ഡിതന്മാരെയും അവരുടെ ഗ്രന്ഥങ്ങളെയും കുറിച്ച് സംശയമുണ്ടാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഹദീസ് നിഷേധികളുടെ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി. കാരണം ഹദീസ് നിഷേധം മതനിഷേധത്തിലേക്കുള്ള പാലമാണ്. ഹദീസ് നിഷേധിയായോ അവനെ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അള്ളാഹു പിടിച്ചു നിർത്തിയില്ല എങ്കിൽ നിരീശ്വരവാദികളുടെ മതനിഷേധികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അവനെ കാണാം. ഈ മതനിഷേധികൾ ഞങ്ങൾ മുമ്പ് മുസ്ലിമീങ്ങളായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ പഴയ മുസ്ലിമീങ്ങൾ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ നജസുകളുണ്ടല്ലോ. ആ നജസുകളിൽ പലതിനെ നിങ്ങൾ പരിശോധിച്ചാൽ അതൊക്കെ മുമ്പ് ഈ ഹദീസ് നിഷേധികളുടെ കൂട്ടത്തിലായിരുന്നു എന്ന് കാണാൻ കഴിയും. അതിൽ പലതും. കാരണം അതിലേക്കുള്ള പാലമാണ് ഹദീസ് നിഷേധം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഹദീസിന്റെ പണ്ഡിതന്മാരെ കുറിച്ച് സംശയം ഉണ്ടാക്കുക, മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സംശയം ഉണ്ടാക്കുക. എന്റെ അബൂ ഹുറൈറക്ക് ഇത്ര കുറെ ഹദീസ്, അബൂബക്കർ സിദ്ദീഖിന് ഇല്ലാത്ത ഹദീസ്. ഞാൻ പറഞ്ഞില്ലേ, കേൾക്കുമ്പോൾ ആളുകൾക്ക് ശരിയാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആദ്യം മുതലുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഹിജ്റയിലും പിന്നീടും ഒക്കെ ഉണ്ടായി. ഏറ്റവും ശ്രേഷ്ഠനായ സഹാബി. എന്നിട്ട് എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹിജ്റ ഏഴാമത്തെ വർഷത്തോടടുപ്പിച്ച് മുസ്ലിമായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഇത്ര ഹദീസുകൾ റിവായത്ത് ചെയ്തത്? വിവരമില്ലാത്ത ആളുകൾക്ക് തോന്നിയേക്കും വിവരമില്ലായ്മ ചൂഷണം ചെയ്യുക, അറിവുകേട് ചൂഷണം ചെയ്യുക, വിവരക്കേട് അത് മുതലെടുക്കുക. അതാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം പരിപാടി എന്ന് പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ഇത്രയധികം ഹദീസുകൾ റിവായത്ത് ചെയ്തത്? കാരണം ആ സഹാബി, മഹാനായ സഹാബിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹിഫ്ളിന് വേണ്ടി, അദ്ദേഹത്തിന് അത്രയും അധികം മനഃപ്പാഠം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സഹാബി
കച്ചവടത്തിനോ കൃഷിക്കോ ഒന്നും പോയിരുന്നില്ല. പട്ടിണി സഹിച്ചുകൊണ്ട് വയറ് നിറക്കാൻ വിശപ്പ് മാറ്റാൻ മാത്രമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് യൽസമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കഴിഞ്ഞിരുന്നു ശിഷ്ടകാലം മുഴുവൻ. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് വർദ്ധിക്കാനുള്ള ഇനിയും കാരണങ്ങളുണ്ട്. കാരണം അദ്ദേഹം പല താബിഈങ്ങളിൽ പിൽക്കാലക്കാരായ നബിയെ കണ്ടിട്ടില്ലാത്ത സഹാബിമാരെ മാത്രം കണ്ടിട്ടുള്ള താബിഈങ്ങൾ ഒരുപാട് പേരെ കണ്ടുമുട്ടിയ സഹാബിയാണ് അബൂ ഹുറൈറ. പിന്നീട് പല കാലം ജീവിച്ചിട്ടുണ്ട്. അപ്പോഴാണല്ലോ ഹദീസ് ഉദ്ധരിക്കേണ്ടി വരിക. സഹാബിമാർ പരസ്പരം ഹദീസ് പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ ആവശ്യം വളരെ കുറവായിരിക്കും. കാരണം അവർ എല്ലാവരും ഒരുപോലെ നബിയിൽ നിന്ന് കേട്ടവരാണ്. പൊതുവെ പിൽക്കാലക്കാർക്കാണ് ഹദീസ് വേണ്ടി വരിക. പിൽക്കാലക്കാരായ ആളുകളെ കൂടുതൽ കണ്ടതുകൊണ്ട് കൂടുതൽ ഹദീസുകൾ അബൂ ഹുറൈറയുടേത് റിപ്പോർട്ടായി നമുക്ക് ലഭിച്ചു. അതുപോലെ മദീനയിൽ ജീവിച്ച സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മുസ്ലിമീങ്ങൾ ധാരാളമായി വന്നു ചേരുന്ന നാടാണ് മദീന. അവിടേക്ക് വരുന്നവരെല്ലാം അബൂ ഹുറൈറയെ കാണുകയും അബൂ ഹുറൈറയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹദീസുകളുമായി അവരവരുടെ നാടുകളിലേക്ക് പോവുകയും ചെയ്തു. ഹദീസുകൾ നമുക്ക് അങ്ങനെ വന്നു കിട്ടി. ഈ വിവരം ഒന്നുമില്ലാതെ സംശയങ്ങൾ ഉണ്ടാക്കാൻ മാത്രം നടക്കുന്ന ആളുകൾ ബുഖാരിയെ കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം കുറേ നൂറ്റാണ്ട് കഴിഞ്ഞു വന്ന ഒരാൾ ഇത്ര അദ്ദേഹത്തിന്റെ ഹദീസുകൾക്ക് ഇങ്ങനെ സ്ഥാനമുള്ള? എന്തൊരു വിവരദോഷമാണ് സഹോദരങ്ങൾ, എന്തൊരു വിവരക്കേടാണിത്. കാരണം ഇമാം ബുഖാരിയെ തകർത്താൽ ഹദീസുകൾ മുഴുവൻ തകർക്കാം. ബുഖാരിയുടെ സ്ഥിതി എങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഹദീസ് എന്തായിരിക്കും എന്ന് ആളുകൾക്ക് വിചാരിക്കും. നിങ്ങൾ അറിയുമോ ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉസ്താദുമാരൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ഉസ്താദുമാരിൽ തബഉ താബിഈങ്ങൾ വരെ ഉണ്ട്. സഹീഹുൽ ബുഖാരിയിലുള്ള ചില ഹദീസുകൾ 16 ഹദീസുകൾ നിങ്ങൾക്ക് കാണാം. ഇമാം ബുഖാരിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ മൂന്നേ മൂന്നാളുകൾ. ഇമാം ബുഖാരി ഹദീസ് കേൾക്കുന്നത് ഒരു താബിഈയിൽ നിന്ന്, അദ്ദേഹം ഹദീസ് കേൾക്കുന്നത് താബിഈയിൽ നിന്ന്, അദ്ദേഹം ഹദീസ് കേൾക്കുന്നത് സഹാബിയിൽ നിന്ന്. അങ്ങനെയുള്ള ഹദീസുകൾ വരെ ഉണ്ട് ഇമാം ബുഖാരിയുടെ സഹീഹിൽ. ഇമാം ബുഖാരി അതാ മക്കി ഇബ്നു ഇബ്രാഹിം എന്ന അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം താബിഈങ്ങളെ കണ്ട മഹാനാണ്. അദ്ദേഹം യസീദ് ഇബ്നു അബി ഉബൈദ് എന്ന താബിഈയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം സലമത്ത് ഇബ്നുൽ അക്വാ എന്ന സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് തിരിഞ്ഞു ഹദീസ് നിഷേധികൾക്ക്! ഇമാം ബുഖാരിയുടെ സഹീഹിൽ ആ കണ്ണികളിലുള്ള മഹാനാണ് ഇമാം മാലിക്. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് നാഫിഅ, താബിഈയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു അദ്ദേഹം. അൻ മാലികിൻ അൻ നാഫിഇൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു. അൻ മാലികിൻ അൻ നാഫിഇൻ അൻ ഇബ്നു ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാലിക്കിനും അല്ലാഹുവിന്റെ റസൂലിനും ഇടയിൽ രണ്ടു പേർ. ഇമാം ബുഖാരിക്ക് മുൻപ് ഈ ഉസ്താദുമാരുടെ ഹദീസിന്റെ കിതാബുകൾ ഉണ്ടായിട്ടുണ്ട്. ഇമാം ബുഖാരി തന്റെ നിബന്ധനകൾ വളരെ കർശനമാക്കുകയും എന്നിട്ട് ആ കടുപ്പമേറിയ അരിപ്പയിലൂടെ അരിച്ചിറങ്ങിയ ഹദീസുകൾ മാത്രം തന്റെ സഹീഹ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. അതുകൊണ്ട് വിവരമുള്ള മുസ്ലിമീങ്ങൾ അതിന് ഖുർആൻ കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്ഥാനം നൽകി. സഹോദരങ്ങളെ, ഹദീസ് വിജ്ഞാനീയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അതിന് പ്രത്യേകം ഒരു പ്രസംഗം വേണ്ടിവരും. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിജ്ഞാനമാണത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സംരക്ഷിച്ചതാണ് ആ വിജ്ഞാനത്തെ എന്ന് നമുക്ക് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. അള്ളാഹു അവന്റെ വഹി സംരക്ഷിക്കാൻ, പിശാചുക്കളെ എറിഞ്ഞോടിക്കാൻ നക്ഷത്രങ്ങളെ ഏർപ്പെടുത്തി എന്നതുപോലെ അള്ളാഹുവിന്റെ വഹിയിൽ പിശാചുക്കളൊന്നും കൂട്ടിക്കലർത്താതിരിക്കാൻ അള്ളാഹു നക്ഷത്രങ്ങൾ കൊണ്ട് പിശാചുക്കളെ എറിഞ്ഞോടിച്ചു എന്ന് ഖുർആനിലുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞുവെങ്കിൽ ഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ആരുമൊന്നും കലർത്താതിരിക്കാൻ, അതിനെ നെല്ലും പതിരും വേർതിരിക്കാൻ ഭൂമിയിൽ അള്ളാഹു നിശ്ചയിച്ച നക്ഷത്രങ്ങളാണ് ഉലമാഉൽ ഹദീസ്. ഹദീസിന്റെ പണ്ഡിതന്മാർ ഇമാം ബുഖാരിയെ പോലെ, ഇമാം മുസ്ലിമിനെ പോലെ, ഇമാം അബൂ ദാവൂദിനെ പോലെ, സുഫിയാൻ സൗരിയെ പോലെ, സുഫിയാൻ ഇബ്നു ഉയൈനയെ പോലെ മഹാന്മാരായ ഹദീസിന്റെ പണ്ഡിതന്മാർ റഹിമഹുമുല്ലാഹ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ വിജ്ഞാനം പഠിക്കുകയുമാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അല്ലാതെ അവരെടുത്തു വെച്ച പണി മുഴുവൻ, അവരുടെ അധ്വാനം മുഴുവൻ തന്റെ കേടുവന്ന ബുദ്ധി കൊണ്ട്, തന്റെ എല്ലില്ലാത്ത നാക്കുകൊണ്ട് തള്ളിക്കളഞ്ഞ് ഹദീസുകളെ ഇല്ലാതാക്കി ദീൻ പൊളിക്കാൻ അറിഞ്ഞോ അറിയാതെ ശ്രമിക്കുന്ന
ആളുകളിലല്ല ഒരു മുസ്ലിം ഉൾപ്പെടേണ്ടത്. അതുകൊണ്ട് പഠിക്കുക സഹോദരങ്ങളെ. ഈ ദീൻ അള്ളാഹു സംരക്ഷിച്ച ദീനാണ്. ഈ ദീനിന്റെ 3 പ്രത്യേകതകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ദീനിന് 3 പ്രത്യേകതകളുണ്ട്. നമ്മുടെ ദീനിന് 3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ ദീനിന്റെ പ്രത്യേകത കമാൽ. ഈ ദീൻ സമ്പൂർണ്ണമായ ദീനാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും അൽ-ഇസ്ലാമ ദീന. ഇന്ന് ഈ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം ഞാൻ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമിന്റെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഈ ദീനിൽ ഒന്നും കൂട്ടിക്കടത്തേണ്ടതില്ല. ഈ ദീനിൽ ഒന്നും ഇനി കലർത്തേണ്ടതില്ല. ഒന്നും ഈ ദീനിൽ ഒരാൾക്കും കലർത്താൻ അവകാശമില്ല. ഒന്നും ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടതുമില്ല. ഒന്നും ഈ ദീനിൽ നിന്ന് ഒഴിവാക്കേണ്ടതുമില്ല. രണ്ടാമത്തെ ഈ ദീനിന്റെ പ്രത്യേകത അത് ബഖാ ആണ്. ബഖാ എന്ന് പറഞ്ഞാൽ ഇത് അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ദീനാണ്. ഒരാൾക്കും തകർക്കാൻ സാധ്യമല്ല. അന്ത്യനാൾ വരെ ഈ ദീൻ ഇവിടെ ഉണ്ടാകും. ഈ ദീൻ വിജയിക്കും. പ്രതാപമുള്ളവർ ഈ ദീൻ സ്വീകരിച്ചുകൊണ്ട് പ്രതാപമുള്ളവരായി തീരും. ഈ ദീൻ സ്വീകരിക്കാത്തവർ, ഇതിന്റെ ശത്രുക്കളായി തീർന്നവർ നിന്ദ്യരായി തീരും. മൂന്നാമത്തെ പ്രത്യേകത ഷുമൂൽ. ഈ ദീൻ എല്ലാവർക്കും ബാധകമാണ്. ഒരാളും എനിക്ക് ഈ ദീൻ ബാധകമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒരാൾക്കും അവകാശമില്ല. തരീഖത്തുകാർ, സൂഫികൾ അവരുടെ മശായിഖന്മാരെ കുറിച്ച് പറയുന്നത് പോലെ, മൂപ്പർക്ക് നിസ്കരിക്കണ്ട, മൂപ്പർക്ക് ഈ ദീൻ ബാധകമല്ല, മൂപ്പർക്ക് ഈ അഖീറെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുവൻ വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നമ്മൾ പുറത്തു പോകും. സഹോദരങ്ങൾ, ഈ ദീൻ സമ്പൂർണ്ണമാണ്. സഹാബിമാർ പറഞ്ഞതുപോലെ ആകാശത്തുകൂടെ ഒരു പറവ പറക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പോലും ഒരു വിജ്ഞാനം പഠിപ്പിച്ചു തരാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിട്ടുപിരിഞ്ഞിട്ടില്ല. ഒരു പറവയെ കുറിച്ച് അതിലെ ഹലാൽ ഹറാം എന്താണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദീൻ സ്വീകരിച്ചവൻ വെളിച്ചത്തിലൂടെയാണ് ജീവിക്കുന്നത്. അവൻ ഇരുട്ടിൽ തപ്പേണ്ട ആവശ്യമില്ല. ഹലാൽ ഹറാമുകൾ അറിയാതെ എങ്ങനെ ജീവിക്കണം, എന്റെ ഇടപാടുകൾ, എന്റെ വിവാഹം, എന്റെ ജീവിത വ്യവഹാരങ്ങൾ എങ്ങനെയായിരിക്കണം എന്നറിയാതെ ഇരുട്ടിൽ തപ്പേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ ദീൻ അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഇതിൽ നിന്ന് പുറത്തുപോയാൽ അവൻ ദീനിനൊരു ഉപദ്രവവും ചെയ്യുകയില്ല. ദീൻ ഇവിടെ ബാക്കി ഉണ്ടാകും. അതിൽ അള്ളാഹു വിജയിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. മൂന്നാമത്തെ പ്രത്യേകത ഇത് എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെ ഇതിന് തുരങ്കമുണ്ടാക്കുന്ന ഹദീസ് നിഷേധം പോലെയുള്ള കുഫ്റൻ ചിന്താഗതികളെ നാം സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ ദീൻ അതിന്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കുക. ഖുർആനും സുന്നത്തും സലഫുകൾ, മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. അതാണ് രക്ഷയുടെ മാർഗം, അതാണ് വിജയത്തിന്റെ മാർഗം. ആ വഴിയിലൂടെ സഞ്ചരിക്കുക. അതാണ് അഹ്ലു സുന്നത്തിന്റെ മാർഗം. പിഴച്ച കക്ഷികളെ, പിഴച്ച മാർഗങ്ങളെ നാം ഉപേക്ഷിക്കുക. യഥാർത്ഥ ദീൻ പഠിക്കുകയും അതിന്റെ ആളുകളായി തീരുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിൽ ജീവിച്ചു മരിക്കാൻ നാളെ പരലോകത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു മുസ്ലിമീങ്ങളെ, അവരുടെ മസ്ജിദുകളെ, അവരുടെ രക്തത്തെ, അവരുടെ അഭിമാനത്തെ, അവരുടെ സമ്പത്തിനെ എല്ലാം, അവരുടെ ദീനിനെ എല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.